സംസ്ഥാനത്തെ ഡിജിറ്റൽ തട്ടിപ്പുകളിൽ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡി കൊച്ചി യൂണിറ്റാണ് കേസെടുത്തത്. ഡിജിറ്റൽ തട്ടിപ്പുകളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതായി ഇഡിക്ക് വിവരം ലഭിച്ചു. കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസും ഇഡി അന്വേഷണ പരിധിയിൽ വരും. പ്രതികളെ ഇഡി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, നിരവധി ഡിജിറ്റൽ തട്ടിപ്പുകളാണ് കഴിഞ്ഞ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നിരന്തരം മുന്നറിയിപ്പ് നൽകിയിട്ടും ഈ തട്ടിപ്പുകൾ ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ എന്ത് നടപടിയാണ്, ഇടപെടലാണ് ഇഡിയുടെ ഭാഗത്തുനിന്നുള്ളത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഈ അടുത്ത കാലങ്ങളിലായി ഒട്ടനവധി വാർത്തകളിലാണ് ഈ ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിർച്വൽ അറസ്റ്റ് എന്ന പേരിലൊക്കെ ആളുകളെ ഈ അക്കൗണ്ടുകളിലൂടെ, നിങ്ങളുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ കുറച്ച് മയക്കുമരുന്ന് വന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കള്ളപ്പണം നിങ്ങളുടെ അക്കൗണ്ടിലൂടെ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തി എന്നൊക്കെയുള്ള വ്യാജ സന്ദേശങ്ങൾ വന്നാണ് പാവപ്പെട്ടവർ പലരും ഇരയാക്കപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഇടപാടുകൾ, ഇതൊരു ഹവാല ഇടപാടാണോ, ഇതിലൂടെ ഇവർ കള്ളപ്പണം വെളുപ്പിക്കുകയാണോ എന്നൊരു സംശയമാണ് ഇഡിക്കുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്ക് കേന്ദ്രീകരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ ഇതിൽ കള്ളപ്പണ ഇടപാടുകളുണ്ട്, ഹവാല ഇടപാട് നടന്നിട്ടുണ്ടെന്ന അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡിയും അന്വേഷിക്കുന്നത്. ഇൻഫോ പാർക്ക് കേന്ദ്രീകരിച്ച് നടന്ന സംഭവം, വീട്ടമ്മയുടെ ആധാർ അക്കൗണ്ട് ഉപയോഗിച്ച്, ഒരു ആധാർ നമ്പർ ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ആ അക്കൗണ്ടിലൂടെ കുറച്ച് പണം ഇടപാടുകൾ നടന്നു എന്നുള്ള ഒരു വ്യാജം ഈ വീട്ടമ്മയ്ക്ക് വരികയും അങ്ങനെ ഒരു സന്ദേശം നൽകുകയും പിന്നീട് അവർ അക്കൗണ്ടിലൂടെ നിരവധി പണം കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഈ വീട്ടമ്മ പരാതിയുമായി ഇൻഫോ പാർക്ക് പോലീസിനെ സമീപിക്കുകയും ഒക്കെ ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നീടാണ് ഇഡിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹവാല ഇടപാട് നടന്നിട്ടുണ്ടെന്ന കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രതികളെ ഉടനെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ട്.